നമ്മൾ പുറപ്പാട് പുസ്തകമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 26-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. പ്രധാനമായിട്ട് നമ്മൾ കണ്ട കാര്യം ദൈവത്തിന്റെ വാസസ്ഥലം, ദൈവം ഇസ്രായേലിന്റെ മധ്യേ വസിക്കാൻ താല്പര്യപ്പെട്ട തിരുനിവാസം എന്ന് പറയുന്നു. ദൈവത്തിന്റെ മന്ദിരം ആയി പിന്നീട് രൂപപ്പെട്ട തിരുനിവാസം, ആ തിരുനിവാസത്തിന്റെ പ്രധാനമായിട്ടുള്ള പലകൾ, അന്താഴങ്ങൾ, ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എന്താണ് പലക എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. അന്താഴങ്ങൾ പറയുന്നത് സഭയിൽ ദൈവത്താൽ ആക്കപ്പെട്ടിരിക്കുന്ന 5 പേര് ശുശ്രൂഷക്കാരാണ് എന്ന് എഫേസ്യരിലാണ് കാണുന്നത്. അതിൽ 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവയിൽ ദൈവത്തിന്റെ നിവാസമായി ദൈവം നമ്മളെ രൂപപ്പെടുത്തുന്നു, നമ്മളെ ഒരുമിച്ച് പണിത് വരുന്നു. ആ തിരുനിവാസത്തിന്റെ 10 മുഴം ഉയരമുള്ള, 10 മുഴം എന്ന് പറയുമ്പോൾ ഏകദേശം 15 അടിയോളം ഉയരമുണ്ട്. ഒരു മുഴം എന്ന് പറഞ്ഞാൽ 1.5 അടിയായി. 10 മുഴം എന്ന് പറഞ്ഞാൽ ഏകദേശം 15 അടി ഉയരമുണ്ട് ഇതിന്, ഈ പലകയ്ക്ക്. ഈ 15 അടി ഉയരമുള്ള ഈ പലക നിൽക്കുന്നത് മരുഭൂമിയിലാണ്. അപ്പോ അത് ബെൻഡായി പോകാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു ചരിഞ്ഞു പോകാതെ ഇതിനെ നേരെ നിർത്തുന്ന 5 പലകകളാണ്, 5 അന്താഴങ്ങൾ. ഈ 5 അന്താഴങ്ങൾ 5 ശുശ്രൂഷക്കാരാണ്. അത് നാം ഒക്കെ ദൈവത്തിന്റെ വലിയ പരിജ്ഞാനത്തിലും തികഞ്ഞ ഐക്യത്തിലും ദൈവവൃക്ഷത്തിലും എല്ലാം വളരേണ്ടതിന് വേണ്ടിയാണെന്ന് എഫേസ്യരിൽ വായിക്കുന്നു. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇനി അതിന്റെ 26-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യമായി 26-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം. എഴുത്തുകാരന്റെ ചിത്രപ്പണിയായ കെരൂബുകളുള്ളതായി അതിനെ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഒരു തിരശ്ശീല ഉണ്ടാക്കുന്ന കാര്യത്തെ കുറിച്ചാണ്. തിരശ്ശീല അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തിരശ്ശീല സാക്ഷ്യപ്പെട്ടവൻ തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുചെന്ന് വയ്ക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നത് ആയിരിക്കണം. ഈ തിരശ്ശീല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഈ തിരശ്ശീലയ്ക്ക് എന്തെന്നില്ലാത്ത പ്രാധാന്യമുണ്ട്. ഈ തിരശ്ശീല എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ തിരശ്ശീല ആണ് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതാണ് തിരശ്ശീല. നമുക്കറിയാം, ഈ പ്രാകാരത്തില് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് സൂര്യന്റെ വെളിച്ചത്തിലാണ്. സൂര്യന്റെ വെട്ടം പ്രാകാരത്തിൽ. എന്നാൽ വിശുദ്ധ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ വിശുദ്ധ സ്ഥലത്ത് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് സൂര്യന്റെ വെളിച്ചത്തിലല്ല. അവിടെ 7 നാളങ്ങളുള്ള ഒരു വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വിളക്കിന്റെ വെളിച്ചത്തിലാണ് വിശുദ്ധ സ്ഥലത്ത് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അഥവാ വിശുദ്ധ സ്ഥലത്ത് വെളിച്ചം കൊടുക്കുന്നത്, പ്രകാശം കൊടുക്കുന്നത് ഈ വിളക്കാണ്. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്താകട്ടെ സൂര്യന്റെ പ്രകാശവുമല്ല, വിളക്കിന്റെ പ്രകാശവുമില്ല. അതിവിശുദ്ധ സ്ഥലത്തുള്ള പ്രകാശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് അതിവിശുദ്ധ സ്ഥലത്തെ പ്രകാശിപ്പിക്കുന്നത്. അപ്പൊ ഈ ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രകാശിക്കുന്ന ഈ ദൈവ വെളിച്ചം വിശുദ്ധ സ്ഥലത്തേക്കോ പ്രാകാരത്തിലേക്കോ വരാതെ വണ്ണം ഈ അതിവിശുദ്ധ സ്ഥലത്തുള്ള ഈ ദൈവിക വെളിച്ചത്തെ തടഞ്ഞു വെക്കുന്ന ഒരു വസ്തുവാണ് യഥാർത്ഥത്തിൽ ഈ തിരശ്ശീല. ഈ തിരശ്ശീല അവിടെ കിടക്കുന്നിടത്തോളം കാലം, കിടക്കുന്നിടത്തോളം സമയം അതിവിശുദ്ധ സ്ഥലത്തുള്ള ദൈവ സാന്നിധ്യം ആകുന്ന ഈ വെളിച്ചം പുറത്തേക്ക്, വിശുദ്ധ സ്ഥലത്തേക്ക് ഒരു കാരണവശാലും എത്തത്തില്ല. കാരണം ഇതിനെ തടയുന്നതാണ് തിരശ്ശീല. നമുക്കറിയാം, ഒരു വിത്ത്, ഇപ്പൊ നെല്ലോ ഗോതമ്പോ യവമോ എന്തും ആയിക്കോട്ടെ, ഈ വിത്തിന്റെ ഉള്ളിൽ ഒരു ജീവനുണ്ട്. ഒരു വിത്തിന്റെയും പ്രശ്നം വിത്തിന്റെ ഉള്ളിൽ ജീവൻ ഇല്ല എന്നുള്ളതാണ്. എല്ലാ വിത്തിന്റെ ഉള്ളിൽ ജീവനുണ്ട്.
എന്നാൽ എല്ലാ വിത്തിന്റെയും പ്രശ്നം ഈ ജീവൻ പുറത്തേക്ക് വരാതെ വണ്ണം ഈ ജീവനെ തടയുന്ന ഒരു ഔട്ടർ ഷെല്ല്, ഒരു ബാഹ്യമായ ഒരു ആവരണം എല്ലാ വിത്തുകൾക്കും ഉണ്ട്. ആ വിത്തുകൾക്ക് ഈ ബാഹ്യമായ ആവരണം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഉള്ളിലുള്ള ജീവൻ ഒരു ജീവനായിട്ട് പുറത്തേക്ക് വരത്തില്ല. ഒരു നെൽച്ചെടിയായി മുളച്ചു വരണമെങ്കിൽ, ഗോതമ്പ് ചെടിയായിട്ട് ഒരു ഗോതമ്പിന്റെ ചെടിയായി മുളയ്ക്കണമെങ്കിൽ ഈ ഗോതമ്പിന്റെ ഉള്ളിലുള്ള ലളിതവും അതിസൂക്ഷ്മവുമായ ഈ ജീവൻ പുറത്തേക്ക് വരാതെ വണ്ണം ഈ ജീവനെ തടയുന്ന കട്ടിയുള്ള ഒരു ആവരണം ഈ ഗോതമ്പിന്റെ പുറമേ ഉണ്ട്. ആ ഗോതമ്പിന്റെ ആവരണം ഉടയാത്തിടത്തോളം കാലം, തകരാത്തിടത്തോളം കാലം, അത് അങ്ങനെ തന്നെ നിൽക്കുന്നിടത്തോളം കാലം ഈ ഗോതമ്പിന്റെ ഉള്ളിലുള്ള ജീവൻ പുറത്തേക്ക് വരാൻ കഴിയത്തില്ല. എന്നതുപോലെ തന്നെ അതിവിശുദ്ധ സ്ഥലത്തുള്ള ദൈവത്തിന്റെ വെളിച്ചം, ദൈവത്തിന്റെ സാന്നിധ്യം പുറത്തേക്ക് വരണമെങ്കിൽ ഈ തിരശീല അവിടെ ഉള്ളിടത്തോളം കാലം ദൈവ സാന്നിധ്യം അഥവാ ഈ വെളിച്ചം, ഈ പ്രകാശം പുറത്തേക്ക് വരത്തില്ല. അപ്പൊ ഈ തിരശീല ചീന്തപ്പെടുക എന്നുള്ളതാണ് ദൈവ ഉദ്ദേശം. ഈ അതിവിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ന് അത് നമുക്കറിയാം, ഈ പ്രാകാരമെന്നും വിശുദ്ധ സ്ഥലമെന്നും അതിവിശുദ്ധ സ്ഥലമെന്നുമുള്ള 3 പാർട്ടുകൾ, 3 ഭാഗങ്ങൾ എന്ന് പറയുന്ന ഇന്ന് ഒരു മനുഷ്യന്റെ ദേഹവും ദേഹിയും ആത്മാവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട ഓരോ മനുഷ്യരുടെയും ആ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടാണ് മനുഷ്യരിൽ മൃതമായി കിടന്നിരുന്ന ആത്മാവിനെ ജീവിപ്പിക്കുന്നത്. അങ്ങനെ ജീവിപ്പിക്കപ്പെട്ട ഈ മനുഷ്യ ആത്മാവിലാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവിൽ വസിക്കുന്നു എന്നതുകൊണ്ട് ഈ വിശുദ്ധ സ്ഥലമാകുന്ന ദേഹിയിലേക്കും പ്രാകാരമാകുന്ന ശരീരത്തിലേക്കും ഈ ആത്മാവിലുള്ള ദൈവ സാന്നിധ്യം വരാൻ കഴിയത്തില്ല. അതിന്റെ കാരണം ഈ തിരശീല അവിടെ ഉള്ളിടത്തോളം സമയം ഈ ദൈവ സാന്നിധ്യം വിശുദ്ധ സ്ഥലത്തേക്ക് അഥവാ നമ്മുടെ ദേഹിയിലേക്ക് എത്തത്തില്ല. അപ്പൊ ഈ തിരശീല മാറ്റിക്കളയാൻ പറ്റത്തില്ല. കാരണം ആ തിരശീല എന്നുള്ളത് ദൈവത്തിന്റെ പ്രമാണത്തിൽപ്പെട്ട കാര്യമാണ്. തിരശീല അവിടെ തൂങ്ങിക്കിടക്കണം. അപ്പൊ ഈ തിരശീല എടുത്തു മാറ്റുകയല്ലെങ്കിൽ നേരെ മറിച്ച് ഈ തിരശീല കോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റേതെങ്കിലും ഒരു വിത്ത് മണ്ണിൽ വിതച്ചിട്ട്, മണ്ണിലിട്ടിട്ട് അതിന്റെ ഔട്ടർ ഷെല്ല് പുറമേയുള്ള ഭാഗം ഈ നിലത്ത് വീണ് ഇങ്ങനെ ചെളിയും മണ്ണും ആളുകൾ ചവിട്ടുകയും ഒക്കെ ചെയ്ത് ഇതിങ്ങനെ അതിന്റെ ബാഹ്യമായ ആവരണം സ്വാഭാവികമായി പൊട്ടിപ്പോകുന്നത് പോലെ ഈ തിരശീല സ്വാഭാവികമായിട്ട് തന്നെ ചീന്തപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് മനഃപൂർവ്വമായി വലിച്ചു കയറുക എന്നുള്ളതല്ല, സ്വാഭാവികമായി തന്നെ അതങ്ങനെ ചീന്തിപ്പോണം. നമുക്കറിയാം യെരുശലേം ദേവാലയം എന്ന് പറയുന്നത് ഈ സമാന കൂടാരത്തിന്റെ അല്ലെങ്കിൽ ഈ തിരുനിവാസത്തിന്റെ അല്പം കൂടെ അതേ അളവിൽ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ ഇതിന്റെ ഘടനയിൽ ഒരു വ്യത്യാസമില്ല. അളവിൽ വ്യത്യാസമുണ്ട്, ഘടനയിൽ വ്യത്യാസമില്ല. എന്താണ് ഈ തിരുനിവാസത്തിൽ ദൈവം പറഞ്ഞിരുന്നത് അതേ മോഡലിൽ തന്നെയാണ് ഈ യെരുശലേമിലെ ദേവാലയം പണിതിരുന്നത്. അപ്പൊ ഈ ദേവാലയത്തിലും ഇതുപോലെ ഒരു തിരശീല ഉണ്ടായിരുന്നു. ആ തിരശീല എന്ന് പറയുന്നത് ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ തന്നെ ഈ തിരശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന ആയിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന ഒരു തിരശീല ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരുന്നു. നമുക്കറിയാം യെരുശലേം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് വളരെ അതിവിശുദ്ധമായിരുന്നു. കാരണം അവിടെ സാധാരണ ഒരു മനുഷ്യർക്കും അവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല. മഹാപുരോഹിതൻ മാത്രം വർഷത്തിൽ ഒരിക്കലാണ് ആ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിരുന്നത്. അത് മുഴുവൻ ഇസ്രായേലിന്റെയും മഹാപാപപരിഹാര ദിവസം എന്ന വർഷത്തിൽ ഒരിക്കലുള്ള ഒരു പ്രാവശ്യം മാത്രമേ മഹാപുരോഹിതൻ ആ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിരുന്നുള്ളൂ. ആ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ പ്രവേശിക്കുമ്പോൾ മഹാപുരോഹിതന്റെ കയ്യിൽ ജനങ്ങളുടെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി കൊല്ലപ്പെട്ട ഒരു ആടിന്റെ രക്തവും
അബദ്ധവശാൽ തന്റെ ജീവിതത്തിൽ തന്നെ, മഹാപുരോഹിതന്റെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി തന്റെ സ്വന്തം പാപങ്ങളുടെ കുറവുകളുടെ പരിഹാരത്തിന് വേണ്ടി കൊല്ലപ്പെട്ട ഒരു കാളയുടെ രക്തം, ഇങ്ങനെ ഒരു ആടിന്റെ രക്തവും ഒരു കാളയുടെ രക്തവുമായിട്ടാണ് അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ പോലും വർഷത്തിൽ ഒരിക്കൽ പ്രവേശിച്ചത്. ഇങ്ങനെ പ്രവേശിച്ചിരുന്ന ഈ മഹാപുരോഹിതന്റെ ഈ പ്രവേശനം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോയതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന് താല്പര്യം, ഈ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെ ആത്മാവിൽ ഈ അതിവിശുദ്ധ സ്ഥലം അഥവാ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ഇറങ്ങി വസിക്കുന്നത് ആത്മാവായിട്ട്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് നമ്മുടെ ആത്മാവിലാണ്. അപ്പൊ ഈ ആത്മാവിലുള്ള ദൈവ സാന്നിധ്യം നമ്മുടെ ദേഹിയിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ കൂടെ പുറത്തേക്ക് വരണം എന്നാണ് ദൈവത്തിന്റെ താല്പര്യം. കർത്താവ് യേശു ക്രിസ്തു അത് തന്നെയാണ് പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നുണ്ടായി. അപ്പോ ഉള്ളിൽ നിന്ന് ഒരു ജീവജല നദിയുടെ ഒരു ഒഴുക്ക് നമ്മിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാൽ വീണ്ടും ജനിക്കപ്പെട്ട ഓരോ ദൈവമക്കളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ജീവജല നദിയുടെ ഒരു ഒഴുക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു ഒഴുക്ക് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ഉള്ളിൽ നിന്നുള്ള ഈ വെളിച്ചമാകുന്ന അല്ലെങ്കിൽ ഈ ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകാതെ വണ്ണം, അഥവാ ഈ ദൈവ സാന്നിധ്യം അഥവാ യേശു ക്രിസ്തുവിലുള്ള ദൈവിക സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാൻ കഴിയാതെ വണ്ണം നമ്മളെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന ഒരു കട്ടിയുള്ള ഒരു തിരശീല അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. ആ തിരശീല ഉള്ളിടത്തോളം സമയം ഈ അതിവിശുദ്ധ സ്ഥലത്തുള്ള ദൈവ സാന്നിധ്യം നമ്മുടെ ദേഹിയിൽ നിന്ന് ശരീരത്തിലേക്കും ഒഴുകാൻ ഒരു സാധ്യതയുമില്ല, ഒഴുകാൻ പറ്റത്തില്ല. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമുക്കറിയാം സംഭവിച്ച പല കാര്യങ്ങളിൽ ഒരു കാര്യം, മന്ദിരത്തിലെ തിരശീല മോൾ തൊട്ട് അടി വരെ രണ്ടായി ചീന്തിപ്പോയി. അപ്പോ ഈ മന്ദിരത്തിലെ തിരശീല അടിയിൽ നിന്ന് മുകളിലേക്കായിരുന്നു ചീന്തിയതെങ്കിൽ തീർച്ചയായിട്ടും അത് ഏതെങ്കിലും മനുഷ്യരാണ് അത് ചെയ്തത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഈ മന്ദിരത്തിലെ തിരശീല മുകളിൽ നിന്ന് അടിയിലേക്കാണ് ചിന്തിപ്പോയത്. അതിന്റെ താല്പര്യം ദൈവമാണ് ഈ കാര്യം ചെയ്തത്. ദൈവം എപ്പോൾ ചെയ്തു? കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോ കർത്താവ് യേശു ക്രിസ്തു എല്ലാ സമയത്തും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ കാര്യം ഇതായിരുന്നു, ഞാൻ വന്നത് എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നതെന്ന് യേശു പറയുണ്ടായി. അപ്പോൾ യേശു ക്രിസ്തുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരിക്കാൻ വേണ്ടിയായിരുന്നു. ആ ദൈവത്തിന്റെ യേശു ക്രിസ്തുവിലുള്ള ദൈവ ഇഷ്ടത്തിന്റെ ഏറ്റവും അവസാനത്തെ ഇഷ്ടം എന്നുള്ളത് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ സംഭവിച്ച കാര്യം, ദൈവത്തിന്റെ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ദൈവം എന്ത് ഉദ്ദേശത്തിന് വേണ്ടി ദൈവം യേശുവിനെ, തന്റെ പുത്രനെ ഈ ഭൂമിയിൽ അയച്ചോ അത് ഒട്ടൊഴിയാതെ പൂർണ്ണമായും നിവർത്തിക്കപ്പെട്ട സമയത്ത്, അഥവാ ദൈവത്തിന്റെ സമ്പൂർണമായ ഇഷ്ടം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെട്ട സമയത്താണ് ഈ തിരശീല ചീന്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആത്മാവിൽ നിന്ന് നമ്മുടെ ദേഹിയിലേക്ക് ഈ ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ കഴിയാതെ വണ്ണം തടഞ്ഞു നിർത്തുന്ന ഈ തിരശീല ചീന്തപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യണമെങ്കിൽ നമുക്ക് ആ കൂടി ചെയ്യാൻ കഴിയേണ്ട അല്ലെങ്കിൽ ഒറ്റ ഒരു വഴിയിൽ കൂടെ മാത്രമേ ആ തിരശീല ചീന്തപ്പെടുകയുള്ളൂ. ആ വഴി എന്ന് പറയുന്നത് നാൾതോറും നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നാം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഏൽപ്പിച്ചു യേശു ക്രിസ്തു എല്ലാ സമയത്തും അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യാൻ വന്നിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പിതാവിന്റെ ഇഷ്ടം ചെയ്തതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെക്കുകയും പിതാവിന്റെ ഇഷ്ടം എന്തോ അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതിനനുസൃതമായി തിരശീല ചീന്തപ്പെടാൻ ഇടയുണ്ട്.
അങ്ങനെ മാത്രമേ ഈ തിരശ്ശീല ചീന്തപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ആരെങ്കിലും ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ നാൾ തോറും ഡെയിലി ഒരു ദിവസം പോലും മുടക്കം വരാൻ എല്ലാ ദിവസവും തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോഴാണ് ഈ തിരശ്ശീല ചീന്തപ്പെട്ടത് എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും ഒരു ക്രൂശ് വഹിക്കുക എന്ന് പറഞ്ഞാൽ ക്രൂശ് തന്നെ തന്നെ മരണത്തിൽ ഏൽപ്പിക്കുന്ന ഒരു സിമ്പലാണ്. യേശുക്രിസ്തു ക്രൂശ് വഹിച്ചു, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിവസം തോറും ക്രൂശ് വഹിക്കുന്നതിന്റെ ആവശ്യകത നമുക്ക് നമ്മുടേതായ സ്വന്തം ഇഷ്ടങ്ങൾ എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു ഇഷ്ടമുണ്ട്. ഏത് കാര്യത്തിലും ഒരു സമൂഹ ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും സഭാ ജീവിതത്തിലായാലും അല്ലെ നമ്മൾ ഓഫീസിലായാലും അല്ലെ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും എവിടെ ആയാലും എല്ലാവർക്കും അവരുടേതായ ഓരോ ഇഷ്ടങ്ങൾ എല്ലാവർക്കും എല്ലാ മേഖലകളിലും. എന്നാൽ എല്ലാ സമയത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച ഓരോ ദൈവമക്കളും ചെയ്യേണ്ട കാര്യം ആ സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടം തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കപ്പെടാൻ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ തിരശ്ശീല ചിന്തപ്പെടും. അങ്ങനെ ഈ തിരശ്ശീല ചിന്തപ്പെട്ടാൽ ഈ തിരശ്ശീല ചിന്തപ്പെട്ടത് കൊണ്ട് ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഇപ്പോൾ ഒന്നായി തീരുവാണ്. ഈ വിശുദ്ധ സ്ഥലത്ത് എന്താണോ ഉള്ളത് ആ ദൈവ സാന്നിധ്യം ഈ അതിവിശുദ്ധ സ്ഥലത്തുള്ള ദൈവ സാന്നിധ്യം ഈ വിശുദ്ധ സ്ഥലമാകുന്ന നമ്മുടെ ദേഹിയിലേക്കും വരുന്നു. ദേഹി എന്നതിന് നമ്മൾ ജഡം എന്ന് ഒരു നമ്മൾ സാധാരണ പറയാറുണ്ട്, ജഡം എന്ന് പറയാറുണ്ട്. ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമല്ല. ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും ദേഹിയും കൂടെ കൂടിയ ഒരു ഗവൺമെന്റ് ആണ് ജഡം എന്ന് വേണം പറയാം. നമ്മുടെ ശരീരത്തിനും അതിന് പങ്കാളിത്തമുണ്ട്, നമ്മുടെ സ്വന്തം ഇഷ്ടം ദേഹിക്കും അതിന് പങ്കാളിത്തമുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടിയ ഒരു സിസ്റ്റം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെയാണ് നമ്മൾ ജഡം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് ദൈവ സാന്നിധ്യം നമ്മുടെ ദേഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ആത്മാവിൽ ഉള്ളതെന്തോ അത് നമ്മുടെ ദേഹിയിലും ആയിത്തീർത്തും. അങ്ങനെ ഈ ദേഹിയിലായിത്തീർന്നാൽ നമ്മുടെ പിന്നെ ബാക്കിയുള്ള നമ്മുടെ ദേഹമാണ്. ഈ ദൈവത്തിന്റെ യേശുക്രിസ്തു പറഞ്ഞ ഈ ഒഴുകുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിക്കുന്നത് അല്ലെ മറ്റുള്ളവർ ലോകം കാണത്തക്ക രീതിയിൽ ഈ ജീവജലത്തിന്റെ നദികൾ ഒഴുകണമെങ്കിൽ ആ ഒഴുക്ക് നമ്മുടെ ശരീരത്തിൽ കൂടെയാണ് പുറത്തേക്ക് ഒഴുകേണ്ടത്. അത് നമ്മുടെ കണ്ണിൽ കൂടെ, നമ്മുടെ നാക്കിൽ കൂടെ, നമ്മുടെ കൈകളിൽ കൂടെ, ഇങ്ങനെ നമ്മുടെ എല്ലാ അവയവങ്ങളിൽ കൂടെയാണ്, അഥവാ നമ്മുടെ ശരീരത്തിൽ കൂടെയാണ്, ശരീരത്തിലെ ഓരോ അവയവങ്ങളിൽ കൂടെയാണ് ഈ ഒഴുക്ക് പുറത്തേക്ക് ഒഴുകേണ്ടത്. അങ്ങനെ ആ ഒഴുക്ക് പുറത്തേക്ക് വരണമെങ്കിൽ അതിന് ആദ്യം സംഭവിക്കേണ്ട കാര്യം ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിലുള്ള സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വേർപെട്ട് നിർത്തിയിരിക്കുന്ന ഈ തിരശ്ശീല ചിന്തപ്പെടുക എന്നുള്ളതാണ്. ആ തിരശ്ശീല ചിന്തപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ ചിന്തിച്ചു. അത് സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെക്കുകയും ദൈവത്തിന്റെ ഇഷ്ടത്തെ ചെയ്യുക നിമിത്തമാണ് ചെയ്യുമ്പോഴാണ് ഈ തിരശ്ശീല ചിന്തപ്പെടുന്നത്. യേശുക്രിസ്തു ക്രൂശിൽ 3 ആണികളാൽ ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ തിരശ്ശീല അവിടെ കിടപ്പുണ്ട്. പീലാത്തോസിന്റെ കഴുത്തളത്തിൽ വെച്ച് അടി കൊണ്ടപ്പോൾ തിരശ്ശീല അവിടെ കിടപ്പുണ്ട്. തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചപ്പം ആ തിരശ്ശീല കിടപ്പുണ്ട്. ഏറ്റവും അവസാനം യേശുക്രിസ്തു സ്വന്തം ജീവനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്റെ ആത്മാവിനെ പിതാവെ അങ്ങയുടെ കാര്യത്തിൽ പറഞ്ഞ ആ സമയത്ത് ആണ് ഈ തിരശ്ശീല ചിന്തപ്പെട്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം നമ്മളെ കടത്തിവിടുന്ന ഓരോ വഴികൾ, ആ വഴികൾ അഥവാ ആ കടത്തിവിടലുകൾ പൂർത്തീകരിക്കുന്ന സമയത്ത് ആണ് ഈ തിരശ്ശീല ചീന്തപ്പെടുന്നത്. അങ്ങനെ തിരശ്ശീല ചീന്തപ്പെട്ട തിരശ്ശീലയിൽ കൂടെയാണ് അതിവിശുദ്ധ സ്ഥലത്തുള്ള ഈ ദൈവിക ജീവൻ വിശുദ്ധ സ്ഥലമാകുന്ന ദേഹിയിലേക്ക് വരുന്നത്. ആ ദേഹിയിൽ നിന്ന് വേണം വീണ്ടും ഇത് ശരീരത്തിൽ കൂടെ പുറത്തേക്ക് ഒഴുകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു,
4 നൂലുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു തിരിശീല. ആ തിരിശീല വിശുദ്ധ സ്ഥലവും അനിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർപിരിക്കുന്നതായിരിക്കണം എന്ന് എഴുതിയിരിക്കും. ഇനി പ്രധാനമായ കാര്യം 27-ാമത്തെ അധ്യായത്തിലാണ്. 27-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. 5 മുഴം നീളവും 5 മുഴം വീതിയുമായി ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. ഇനി യാഗപീഠത്തിന്റെ കാര്യമാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ ദൈവം വസിക്കാൻ ഇച്ഛിച്ച ഈ തിരുനിവാസത്തിന്റെ പണി തുടങ്ങിയിരിക്കുന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ്. അല്ലെങ്കിൽ പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്കും വിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്കുമല്ല, നേരെ മറിച്ച് അതിവിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങളും അതിനുശേഷം വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങളും പിന്നാണ് പ്രാകാരത്തിലേക്ക് വരുന്നത്. എന്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് മനുഷ്യന്റെയും ഉള്ളിൽ ദൈവ പ്രവൃത്തി തുടങ്ങുന്നത് അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ്. അഥവാ ആത്മാവിലാണ് അതിന്റെ തുടക്കം. ആത്മാവിൽ നിന്ന് ദേഹിയിലേക്കും ദേഹിയിൽ നിന്ന് ശരീരത്തിലേക്കുമാണ് അത് ഒഴുകുന്നത്. അത് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പോ പറഞ്ഞിരിക്കുന്നത് ഒരു 5 മുഴം നീളവും 5 മുഴം വീതിയുമായി ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കും. യാഗപീഠം ഉണ്ടാക്കുന്നത്, ആ യാഗപീഠം ഖദിരമരം കൊണ്ടായിരിക്കണം ഉണ്ടാക്കുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നു, അതിൽ താമ്രം പൊതിയണം. അടുത്ത ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു, താമ്രം കൊണ്ട് യാഗപീഠം പൊതിയണം. യാഗപീഠം ഖദിരമരം. യാഗപീഠത്തിന്റെ ഉദ്ദേശ്യം, യാഗപീഠത്തിലാണ് യാഗവസ്തു ദഹിക്കേണ്ടത്. യാഗപീഠത്തിൽ യാഗവസ്തു വെച്ച് തീ കത്തുമ്പോൾ ഈ മരമാണ് വളരെ പെട്ടെന്ന് യാഗവസ്തു ദഹിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മരം ദഹിച്ചു. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ദൈവം മോശയോട് പറഞ്ഞത്, ഈ യാഗപീഠം ഖദിരമരം കൊണ്ടുണ്ടാക്കും. ഖദിരമരം കൊണ്ടുണ്ടാക്കുന്ന യാഗപീഠത്തില് ഒരു താമ്രം കൊണ്ട്, താമ്രം എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ള ലോഹമാണ്. ആ താമ്രം കൊണ്ട് ഈ യാഗപീഠം പൊതിയണം. അപ്പൊ ഈ യാഗപീഠം താമ്രം കൊണ്ട് പൊതിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തീ കത്തുന്നത് യഥാർത്ഥത്തിൽ ഈ യാഗപീഠത്തിൽ ആണ്. അപ്പോൾ തന്നെ തീ കത്തുന്നത് ഈ താമ്രത്തിന്റെ മുകളിലായതുകൊണ്ട്, ഈ താമ്രത്തിന്റെ തകിട് വളരെ കട്ടിയുള്ളതായതുകൊണ്ടും വളരെ വേഗം ദഹിക്കാത്തതായതുകൊണ്ടും നല്ല തീയുടെ സാന്നിധ്യത്താൽ അത് പെട്ടെന്ന് നശിക്കാത്തതായതുകൊണ്ടും ഈ യാഗപീഠത്തിൽ ഇരിക്കുന്ന യാഗവസ്തു ദഹിക്കാൻ ഇടയാകും. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു കാര്യം കാണാൻ കഴിയും. ഈ ഖദിരമരം ആണ് ഈ താമ്രത്തിന്റെ ഉള്ളിലിരിക്കുന്നത്. ഈ ഖദിരമര ഉള്ളിലിരിക്കുന്നത് കൊണ്ട് അതിന് പുറമെ താമ്രത്തിന്റെ തകിടടിച്ചിട്ടുണ്ട്. ഈ താമ്രത്തിന്റെ തകിടിലാണ് യാഗവസ്തു ഇരിക്കുന്നത്. അവിടാണ് ഭയങ്കര ചൂടുള്ള തീ കത്തുന്നത്. അപ്പൊ ഇങ്ങനെ ഈ തീ കത്തുമ്പം സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യം, ഈ താമ്രത്തെ തൊട്ടിരിക്കുന്ന ഖദിരമരവും നല്ലപോലെ ചൂടാകും. കത്തത്തില്ല, കാരണം തീയുമായിട്ട് ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. പക്ഷെ ഇത് കത്തുന്നില്ല, കാരണം കത്തുന്നത് മുഴുവനും ഈ താമ്രത്തിന്റെ മുകളിലാണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും ഈ ഉള്ളിലുള്ള ഖദിരമരം, ഈ താമ്രം ചൂടാകുന്നതിനനുസരിച്ച് ഉള്ളിലുള്ള ഖദിരമരവും ഇങ്ങനെ ചൂടായി വല്ലാത്തൊരു വേഗലും വിങ്ങലും ഉണ്ടാകും. ഈ ഖദിരമരം എന്ന് പറയുന്നത് മനുഷ്യത്തെ കാണിക്കും. സാധാരണ മനുഷ്യരാണ്. ഇന്ന് നമുക്കറിയാം യാഗപീഠം എന്നാൽ എന്താണ്. അന്ന് അങ്ങനെ അക്ഷരീയമായ യാഗപീഠം ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. ഇന്ന് യാഗപീഠം എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട, അല്ലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വീട്ടിൽ ജനിച്ച നാം ഓരോരുത്തരും ആണ് ഇന്ന് യാഗപീഠം. ഈ യാഗപീഠത്തിൽ ആണ് യാഗം ദഹിക്കേണ്ടത്. ഇന്ന് പുതിയ പ്രമാണത്തിൽ വരുമ്പോൾ യാഗപീഠവും യാഗവസ്തുവും യാഗം കഴിക്കുന്ന പുരോഹിതനും മൂന്നും ഒരു വ്യക്തി തന്നെ. നാം ഓരോരുത്തരുമാണ്. നാം യാഗപീഠമാണ്, യാഗവസ്തുവാണ്, യാഗം കഴിക്കുന്ന പുരോഹിതൻ. അപ്പൊ ഈ യാഗവസ്തുവാകുന്ന ഈ യാഗപീഠത്തിൽ യാഗവസ്തുവാകുന്ന നാം ഓരോരുത്തരും
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ യാഗപീഠത്തിന്റെ മുകളിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കപ്പെടുമ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടാവും. അത് കൃത്യമായിട്ട് നമുക്ക് ദർശിക്കാൻ ആ ഗെത്സമനയില് നമുക്ക് അറിയാൻ കഴിയും. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപ് തന്നെ യേശു ക്രിസ്തുവിനെ എന്തിനാ ഭൂമിയിൽ അയക്കുന്ന പ്രവാചകന്മാർ പറഞ്ഞിരുന്നു, എങ്ങനെ ആയിത്തീരുമെന്ന് പറഞ്ഞിരുന്നു, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഴയ പ്രമാണത്തിലൊക്കെ നമുക്ക് കാണാം. അപ്പോ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച യാതൊരു കാര്യവും യാദൃശ്യമായിരുന്നില്ല. നേരത്തെ തന്നെ താൻ നിത്യതയിൽ ആയിരിക്കുമ്പോൾ തന്നെ പിതാവിനാൽ നിർണയിക്കപ്പെട്ടതും ആ പിതാവിന്റെ ഇഷ്ടം നിർണയം തന്റെ ജീവിതത്തിൽ പൂർണ്ണമായി നിവർത്തിക്കാൻ വേണ്ടിയുമാണ് യേശു വന്നത് നമുക്കറിയാം. നമ്മൾ എബ്രായത്തിലും ഒക്കെ വായിക്കുന്നു, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിനുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, പിതാവെ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് തന്നെ ക്രൂശിക്കുമെന്നും അങ്ങനെ താൻ മരിക്കേണ്ടി വരുമെന്നും ഈ കാര്യങ്ങളിൽ യേശു ക്രിസ്തുവിനെ അറിയാമായിരുന്നു. അങ്ങനെ അറിയാമായിരുന്നിട്ട് തന്നെ ഗെത്സമനയിൽ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഒരു സമയം നമുക്കറിയാം. അവിടെ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു അതിദുഃഖത്തോടെ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, എന്റെ ഹൃദയം മരണവേദന പോലെ അതിദുഃഖിതമായി. യേശു ക്രിസ്തു വന്നത് ഈ കാര്യങ്ങളിൽ കൂടെ കടന്നു പോകാനാണെന്ന് യേശു ക്രിസ്തു നല്ല അറിയാം. എന്നാൽ യേശു ക്രിസ്തു ഈ കാര്യങ്ങളിൽ കൂടെ കടന്നു പോകാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും, അറിയാമായിരുന്നു എന്നിട്ട് പോലും യേശു ക്രിസ്തു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിന്റെ രക്തം വിയർപ്പ് തുള്ളികളായി നിലത്ത് വീഴാൻ ഇടയായി. അവിടെ നമ്മൾ കാണുന്ന കാര്യം, ഈ താമ്രത്തിന്റെ ഉള്ളിലുള്ള കതിരമരം, ഞാൻ പറഞ്ഞു അത് വല്ലാതെ ചൂട് തട്ടുമ്പോൾ ഇതിങ്ങനെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു വിങ്ങലുണ്ടാവും. ആ വിങ്ങലാണ് യേശു ക്രിസ്തു ഗെത്സമനയിൽ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത്. ഉള്ളിൽ വളരെ വേദന. ദൈവത്തിന്റെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടമാണ് താൻ ചെയ്യുന്നത്, തനിക്ക് നല്ലോണം അറിയാം. അതിനുവേണ്ടിയാണ് താൻ വന്നത്. അങ്ങനെ ആ പിതാവിന്റെ ഇഷ്ടം ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, മാനുഷിക രീതി മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, അത്ര സുഖം ഉള്ള കാര്യമല്ല, വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു. എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെ ഒരു കതിരമരമാകുന്ന നമ്മുടെ മുകളില് തകിട് അടിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് യാഗവസ്തു, നാം ആകുന്ന യാഗവസ്തു ദഹിക്കുന്നത്. അപ്പോൾ തന്നെ നാം അതിനുവേണ്ടി ആണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത വല്ലാത്തൊരു വിങ്ങലും വേദനയും ഉണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൂടെ നമ്മളെ, തന്റെ വിശ്വാസികളെ, ദൈവമക്കളെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യം വിശേഷിച്ച് ഫിലിപ്പി ലേഖനത്തിലൊക്കെ പറയുന്നു, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയും, സന്തോഷിപ്പീൻ. അങ്ങനെ സന്തോഷിക്കുക എന്ന് പറയുന്ന ആ പൗലോസ് അപ്പോസ്തലൻ പറയുക, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ. അപ്പോ നമുക്ക് ഒരു വശത്ത് വലിയ സന്തോഷം നമുക്കുണ്ട്. നാം പ്രാപിക്കാൻ പോകുന്ന നന്മകളെ കുറിച്ച്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, വാട്ടം, മാലിന്യം ഇല്ലാത്ത അവകാശമായിട്ടാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതെന്നും അങ്ങനെ വീണ്ടും ജനിപ്പിക്കപ്പെട്ടവർ പോകേണ്ടുന്ന വഴി യേശു പോയ വഴി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ വഴിയിലൂടെ പോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു, നമുക്ക് ഒരു വശത്ത് നമുക്ക് വലിയ പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത സന്തോഷം, ഭയങ്കര ആനന്ദവും. അപ്പോൾ തന്നെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഈ വിങ്ങലും ഉണ്ടാവും. ഒരു കതിരമരം ഒരു യാഗപീഠം ഉണ്ടാക്കണം. ആ യാഗപീഠത്തിന്റെ മുകളിൽ ഈ തകിട് അടിച്ച് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ യാഗപീഠത്തിന്റെ ദഹിച്ചു കഴിഞ്ഞാൽ, ഒരു യാഗവസ്തു ദഹിച്ചു കഴിയുമ്പോൾ ചാരമുണ്ട്. ഈ ചാരം എവിടെങ്കിലും കൊണ്ടിടാൻ പറ്റത്തില്ല. ഈ ചാരം ഒരു വിശുദ്ധ സ്ഥലത്ത് വേണം. പുരോഹിതൻ തന്നെ ഈ ചാരം വാരിയിട്ട് ഒരു വിശുദ്ധ സ്ഥലത്ത് ഈ ചാരം കൊണ്ടുവെക്കണം.
ചാരം എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ സമ്പൂർണ്ണമായ ഇഷ്ടം ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുന്ന ആ അവസ്ഥയ്ക്കാണ് ആ ചാരമായി തീരുക. അപ്പൊ നമുക്ക് അങ്ങനെ ദൈവത്തിന്റെ സമ്പൂർണ്ണമായ ഇഷ്ടം അനുസരിക്കുന്ന, ഇഷ്ടം നിവർത്തിക്കുന്ന ഒരു വ്യക്തിയിൽ പോലും പിന്നെ തൻ്റെതായിട്ട് അശേഷം ഒന്നുമില്ല. എല്ലാം പൂർണ്ണമായി ദഹിച്ച് ചാരമായി തീർന്നു. അങ്ങനെ ദഹിക്കുന്ന ഈ ചാരം വാരി അവിടെ അങ്ങനെ, അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ യാഗപീഠത്തിന്റെ കീഴില് ഒരു ആത്മാക്കളെ കാണും. യാഗപീഠത്തിന്റെ കീഴിൽ. അപ്പോ ആ യാഗപീഠത്തിന്റെ കീഴിലുള്ള ആത്മാക്കൾ അവിടെ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു കാര്യം. അപ്പോ ആ കാര്യങ്ങള് നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു യാഗപീഠവും യാഗവസ്തുവും ആയി കഴിയുന്ന പുരോഹിതനുമായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ വിശുദ്ധ സ്ഥലത്ത് നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും ഒരു തിരശ്ശീലയുണ്ട്. ആ തിരശ്ശീല ചീന്തപ്പെടാൻ തക്കവണ്ണം ദൈവം നമ്മളോട് എല്ലാവരും കരുണ കാണിക്കുമാറാകട്ടെ. ദൈവത്തിന് സമ്പൂർണ്ണമായി ഇഷ്ടം ചെയ്ത തിരശ്ശീല ചിന്തി ആ അതിവിസ്ഥലത്തെ ദൈവ തേജസ് വിശുദ്ധ സ്ഥലത്തേക്കും അതുവഴി നമ്മുടെ ദേഹിയിൽ നിന്ന് ദേഹം വഴിയായിട്ട് ഒഴുകി ഈ ലോകത്തിന് പ്രകടമായി അത് കാണത്തക്ക വിധത്തിൽ എല്ലാവർക്കും ഒഴുകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെല്ലാവരോടും കരുണ ചെയ്യുമാറാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.